Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. ഒരേ സമയം കൃഷിയിടത്തിൽ കാട്ടാനയുടെയും കാട്ടുപന്നികളുടെയും വിളയാട്ടം. വാഴയും തെങ്ങും കമുകും അടക്കമുള്ള കൃഷികൾ നശിപ്പിച്ചു. അകമ്പാടത്തെ നാലകത്ത് സിദ്ദിഖിന്റെ കൃഷിയാണ് ഒരേ സമയം കാട്ടുപന്നികളും കാട്ടാനയും ചേർന്ന് നശിപ്പിച്ചത്. ജലസേചനത്തിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചു. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയാണ് സിദ്ദിഖ്. ചൊവ്വാഴ്ച പുലർച്ചെ മുതലാണ് അകമ്പാടം നമ്പൂരിപ്പൊട്ടി മതിൽമൂലയിലെ നാലകത്ത് സിദ്ദിഖിന്റെ കൃഷിയിടത്തിലെ 2 ഭാഗങ്ങളിലായി ഒരേ സമയം കാട്ടാനകളും കാട്ടുപന്നികളും ചേർന്ന് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. 100ഓളം വാഴകളും തെങ്ങ് കമുക് കൃഷികളുമാണ് നശിപ്പിക്കപ്പെട്ടത്. കൃഷിയിടത്തിൽ ജലസേചനത്തിനായി സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചു. കഴിഞ്ഞ 3 ദിവസമായി കാട്ടാനകൾ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടും വനപാലകരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായ സിദ്ദിഖ് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഞാൻ ലക്ഷങ്ങളും മുടക്കിൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മുടക്കിയെടുത്ത പൈപ്പുകളാണ്. അതായത് ഈ 6 ഏക്കറിലും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുക? ഇതിനൊക്കെ ഒരു പരിഹാരമില്ലാതെ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല. ഒരാഴ്ചയിലധികമായി ഇവിടെ ആന വിളയാടാൻ പലരുടെയും ഞങ്ങൾ തന്നെ നെല്ല് മയിലാടി നശിപ്പിച്ചു. അത് കുറേ പേരോട് പറഞ്ഞു. എന്തും നടക്കാത്തൊരു കാര്യം ഇത്. അല്ലെങ്കിൽ ഇവരെ ഒഴിവാട്ടെ, നമ്മൾ പറഞ്ഞു വെച്ചേരാണ്. പുലർച്ചെ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ, പ്രഭാത സവാരിക്കാർ എന്നിവർക്കും ഭീഷണിയാകുന്നുണ്ട്. 12,000 വനമേഖലയിൽ നിന്ന് കാഞ്ഞിരപ്പുഴ കടന്നാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. ജനവാസ കേന്ദ്രങ്ങളായ മയിലാടി, എരഞ്ഞിമങ്ങാട്, പൊയിലായി, പെരുമ്പത്തൂർ, മതിൽമൂല ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ്. കഴിഞ്ഞയാഴ്ച മയിലാടിയിൽ ആലുങ്കത്തിൽ അബ്ദുൾ സലാമിന്റെ 1/2 ഏക്കറോളം നെൽകൃഷി കാട്ടാന നശിപ്പിച്ചിരുന്നു. മയിലാടിയിലെ കർഷകരായ ഗിരീഷ്, അനിയൻ എന്നിവരുടെ കൃഷികളും നശിപ്പിക്കപ്പെട്ടു. കായ്ഫലമുള്ള തെങ്ങുകളും കമുകുകളും കൂട്ടത്തോടെ നശിപ്പിക്കുന്നതും പതിവാണ്. കൃഷി നഷ്ടപ്പെടുന്ന കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വനം വകുപ്പോ ജനപ്രതിനിധികളോ കർഷക സംഘടനകളോ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്.